ഇത് കെട്ടിക്കോ. എന്തൊരു തിരക്കായിരുന്നു ഇവിടെ. എന്തായാലും നല്ല ദർശനം കിട്ടി. ദേവിയെ കണ്ണ് നിറയെ തൊഴുതു. അത് തന്നെ വലിയ ഭാഗ്യം. അതെ, ചടങ്ങുകളും ഭംഗിയെ നടത്താൻ പറ്റി. മനസ്സിനൊരു സുഖമൊക്കെ ഉണ്ട്. അതെ, ഇവിടെ വരുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ ആർക്കും അത്ര രസിച്ചില്ല. ഇപ്പം മനസ്സിലായില്ലേ ഞാനൊന്നും വെറുതെ പറയില്ലെന്ന്. എന്താ ഏട്ടാ അടുത്ത പരിപാടി? ഇനി അമ്പല പരിപാടികൾ വേണ്ട? അതൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ടൂർ തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാണ്ടെങ്കിൽ അതും വാങ്ങിച്ച് ഉടനെ നമ്മൾ ടൂർ തുടരും. ആ, എനിക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇവിടുന്ന് പ്രത്യേകിച്ച് എന്ത് വാങ്ങിക്കാനാ സോനെ? ഇവിടെ കിട്ടുന്നതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ സമയം കളയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല ശ്യാമേ, പ്രശസ്തമായ ഒരു അമ്പലത്തിൽ വന്നിട്ട് ആ ഒരു അന്തരീക്ഷത്തില് നമ്മൾ കുറച്ച് പർച്ചേസും മറ്റുമായിട്ട് ചെലവഴിക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാ. വൈബ് സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറച്ച് സമയം കറങ്ങി നടക്കുന്ന ഒരു സുഖം തന്നെയാ. അപ്പൊ ശരി, നമുക്ക് കറക്കം തുടങ്ങാം. അതെ, 1 മണിക്കൂർ ടൈം എടുക്കാവൂ. അതിനുള്ളിൽ നമ്മൾ പല വഴിക്കായി പോയാലും 1 മണിക്കൂർ ആവുമ്പോൾ എല്ലാവരും ഈ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണം. വിച്ചുട്ടാ, നമുക്ക് പോവാം. മോൻ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് എല്ലാം വാങ്ങിക്കാട്ടോ. ഇന്ദ്ര, വിച്ചോട്ടിനെ ഇങ്ങോട്ട് താ. അവന് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ബാ മോനെ, ബാ. നിങ്ങൾക്കൊക്കെ പരസ്പരം മിണ്ടിയും പറഞ്ഞ് നടക്കാം. എനിക്കാ ഒരു കൂട്ടില്ലാത്തത്. എന്നാ നമുക്ക് തുടങ്ങാം. ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. അമ്മ, മോനെ നോക്കിക്കോണേ. ദൂരെ എങ്ങും പോണ്ട. അവിടെ പുഴയും കടലും ഒക്കെ. ഓ, അതൊക്കെ എനിക്കറിയാം. കടലും പുഴയൊക്കെ കണ്ടും കാണിച്ചും തന്നെയാ നിന്നെയൊക്കെ ഞാൻ വളർത്തിയത്. നമുക്ക് പോകാൻ വെച്ചുട്ടാ. നോക്കി പോണേ. അല്ല, കുഴപ്പമില്ല. നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിച്ചാ മതി. നടക്കാം. അങ്ങനെ ഇപ്പോ അവള് ഭർത്താവിന്റെയും മകന്റെയും കൂടെ നടന്നങ്ങ് സന്തോഷിക്കണ്ട. ബാ മോനെ, ബാ. എല്ലാം പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. ഒരുമിച്ച് നടക്കുമ്പോ ആ മനുഷ്യന്റെ മുമ്പിൽ എങ്ങാനും പെട്ട അതും അപകടമാ. ഇനി അത് അയാൾ തന്നെയാണെങ്കിൽ മുമ്പിൽ പെട്ട എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി പോകാൻ പറ്റും. അങ്ങോട്ട് നോക്കാം. അനു, നിനക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നീ വാങ്ങിച്ചോ. എനിക്കൊന്നും വേണ്ട ഇന്ദ്രേട്ടാ. പിന്നെ മോൻ എന്തേലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാ കേറിയത്. അവന് വേണ്ട നീ വാങ്ങിച്ചോ, വീട്ടിലെത്തിയിട്ട് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ വേണ്ട ഇന്ദ്രേട്ടാ, നമുക്കേ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ അങ്ങ് നടക്കാം. എന്നാ പോവാം. ബാക്കി 400 രൂപ. ഇവിടെ വിലയല്പം കൂടുതലാ. പറഞ്ഞതിനേക്കാൾ 20 രൂപ കുറച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ. എന്നാ ശരി. ഓ, ആയിക്കോട്ടെ. വാ, നിക്കേ. ചേട്ടാ, ഇത്തിരി ചൂട് കൊള്ളാം.